ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നമ്മൾ ഈ വീക്കിലെ രണ്ടാമത്തെ കരിയർ ജേണി ചെയ്യുന്ന ടീച്ചർ ഗീതു എന്ന് പറഞ്ഞ ടീച്ചറാണ്. ദുബൈയിൽ നിന്നാണ്. ഗീതു നമ്മുടെ മാസ്റ്ററിങ് IGCSE എ ലെവൽ കെമിസ്ട്രിയുടെ ടീച്ചറാണ്. ടീച്ചർക്ക് ഇപ്പോൾ ജോബ് കിട്ടിയിരിക്കുന്നത് IGCSE ആൻഡ് എ ലെവൽ കെമിസ്ട്രി ടീച്ചർ ആയിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ടീച്ചർ MSc BEd കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഗീതുവിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് പകരം ഗീതുവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കേൾക്കാം. ഗീതുവിനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, കാരണം ആളിപ്പോൾ ജോബിലൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്ത് കയറുന്നതിൻ്റെ മുന്നേ തന്നെയുള്ള ആ ഒരു മടിയാണ്, ഒരു വീഡിയോയിൽ വരാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇല്ലെങ്കിലും നമ്മൾ ആളുകളെ കൊണ്ടുതരുന്നത് എന്തിനാണ്? നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുക്കുക, പെന്നെടുക്കുക. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ റംഷീൻ്റെ അടുത്ത് നിന്ന് കിട്ടി. ഇന്ന് ഗീതുവിൻ്റെത്, ഗീതു IG A ലെവൽ എന്ന് പറയുമ്പോൾ 9 to 12 കെമിസ്ട്രി ടീച്ചർ. ഈസി അല്ല കിട്ടാൻ, അതൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത ടീച്ചേഴ്സിനെ കിട്ടുള്ളൂ. അപ്പോൾ ഗീതുവിന് ആ ഒരു ജോബ് കിട്ടാൻ ഗീതു എന്തൊക്കെ ചെയ്തത് എന്ന് നമുക്ക് ഗീതുവിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. നിങ്ങൾ നോട്ട് ചെയ്യുക, ഓരോ പോയിന്റ് നോട്ട് ചെയ്തിട്ട് എടുത്തോട്ടോ. ശരി, നമുക്ക് ഗീതുവിലേക്ക് പോകാം. ഗീതുവിൻ്റെ ആ കരിയർ ജേർണി നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും. ഗീതു എവിടുന്നാണ് വരുന്നത്, എന്താ ചെയ്തത്, എങ്ങനെയാണ് ഈ ജോബ് കിട്ടിയത്? സ്റ്റാർട്ട് ചെയ്തോളൂ. യെസ് മാം. യാ, ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂര്. പ്രീവിയസ് ഏപ്രിലായിരുന്നു ഞാൻ ദുബായിലോട്ട് വന്നത്. അതിനു മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു, കൊറോണ ടൈമിൽ റിട്ടേൺ പോയതായിരുന്നു. ഓക്കെ. ഞാൻ ക്വാളിഫിക്കേഷൻ? MSc BEd ആണ്, ഓക്കെ. കെമിസ്ട്രി. ആ, കോളേജ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നാട്ടിൽ, ഒരു 2 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ദുബായിലോട്ട് വന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ വന്നപാടെ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാല്, ഫസ്റ്റ് ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് ചെറിയ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ ആ ഒരു മടി കൊണ്ട്, കാരണം എനിക്ക് വേറെ ചെറിയ ക്ലാസ് കുറവായതുകൊണ്ടോ അങ്ങനെയല്ല, ഞാനൊരു കോളേജ് ലെവൽ പഠിപ്പിച്ചതായതുകൊണ്ട് എനിക്ക് ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനത് പോയില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇവിടുന്ന് എനിക്ക് മനസ്സിലായ കാര്യം, CV എന്ന് പറയുന്നത് ത്രൂ മെയിലാണ് കുറച്ചും കൂടെ. നമുക്ക് ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട് മെയിൽ അയക്കുന്ന സമയത്ത്. അതിനായിട്ട് രാവിലെ മോർണിംഗ്, അതായത് ഒരു 7 o'clock, ഇവിടുത്തെ ദുബായ് ടൈം ഒരു 7 o'clock എല്ലാം ആകുമ്പോൾ അങ്ങ് രാവിലെ ഇരിക്കും, കാരണം ഇവിടെ ഉച്ചവരെ അല്ലേ സ്കൂൾ ടൈം ഉള്ളൂ. ആ രാവിലെ ആ ടൈമിൽ തന്നെ ഒരുമിച്ചിരുന്ന് അങ്ങ് CV അങ്ങ് അയക്കും എല്ലാ മെയിലിലോട്ടും. ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കുറേ മെയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവർ സൈറ്റിൽ പോയി നോക്കുക സ്കൂൾസിന്റെ, അങ്ങനെ നമുക്ക് ഒരുപാട് മെയിൽസ് കിട്ടും. അത് നമ്മൾ ഒരുമിച്ച് എഴുതി വെച്ച് ഒരുമിച്ച് അങ്ങ് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം റിജക്ട് ചെയ്യാൻ കാരണം എനിക്ക് സ്കൂൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് CBSE സ്കൂൾസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ അയക്കുന്ന വഴിയാണ് ഞാനിപ്പം കിട്ടിയ സ്കൂളിലോട്ട്. പക്ഷെ അത് എനിക്ക് അന്നേരം ബ്രിട്ടീഷ് സ്കൂളാണോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവിടുന്ന് വിളിച്ചു, പോയി. ഫസ്റ്റ് തന്നെ ഉണ്ടായത് എന്താ വെച്ചാല്, അവരെനക്കൊരു എക്സാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഡെമോന് തരാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി അവരെന്താ ചെയ്തു വെച്ചാൽ, എനിക്കൊരു 2 ആഴ്ച മുമ്പേ ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റെഫർ ചെയ്യേണ്ട കുറച്ച് സൈറ്റുകളും തന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ലെവലായിരുന്നു. കാരണം അത് എങ്ങനെയാ എഴുതിയത് എനിക്ക് തന്നെ അറിയത്തില്ല, അത്രയും ടഫായിരുന്നു. പക്ഷെ നമ്മൾ MSc പഠിച്ചതും കുറച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് അതെനിക്ക് ഒരുവിധം ചെയ്യാൻ വേണ്ടി പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ട് വിളിച്ചു, എക്സാം ക്വാളിഫൈ ആയിട്ടുണ്ട്, ഡെമോന് വരണം എന്ന് പറഞ്ഞു. ടോപ്പിക്കും തന്നു എനിക്ക്. ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് അവിടുന്ന് മെയിൽ അയച്ചു. ഈ ഒരു ഭാഗമാണ് ക്ലാസ് എടുക്കേണ്ടത്, A-level ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ A-levelന്റെ ഡെമോക്ക് പ്രിപ്പയർ ചെയ്ത് പോയി. ഒരു കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ, പിന്നെ പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പള്, കോർഡിനേറ്റർ, HOD, അങ്ങനെ ഒരു 6-7 ആൾക്കാർ വേറെയും ഉണ്ടായിരുന്നു. അപ്പം ഡെമോ കഴിഞ്ഞിട്ട് എന്നോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഓക്കെ ആണ്, ഡെമോ എല്ലാം ഓക്കെ ആണ്, പക്ഷെ നമുക്ക് ഇപ്പം വേണ്ട, നെക്സ്റ്റ് ഏപ്രിലോട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചത്, CBSE-നെക്കാണ്, ഇതൊരു ഇന്റർനാഷണൽ സ്കൂളാണ്, കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ലൊരു ഇതിലേക്കാണ് എനിക്ക് എൻട്രി കിട്ടുന്നത്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് ഹസ്ബൻഡും പറഞ്ഞു. ഞാനും തീരുമാനിച്ചു അങ്ങനെ തന്നെ ചെയ്യാന്ന്. അപ്പൊ എല്ലാം ഓക്കെ പറഞ്ഞു. ഈ ഏപ്രിലിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എന്തോ അറിയത്തില്ല, ഒരു നിർഭാഗ്യവശാൽ അന്നേരം വാറ് വന്നു. പിന്നെ ഫുള്ള് ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് മാറി. പക്ഷെ എനിക്ക് അത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം സ്കൂളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് അവർ മെയിൽ അയക്കുന്നുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അവനക്ക് മെയിൽ അയച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും അങ്ങോട്ട് മെയിൽ അയച്ചു. അവർ പറഞ്ഞു ഒന്നുമില്ല, പ്രശ്നമില്ല, ഇനിയിപ്പോ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ എപ്പോഴാണോ ഓപ്പൺ ആവുന്നത് അപ്പോൾ എടുക്കാന്ന് പറഞ്ഞു.
അപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ വീക്കിൽ പോയി ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് 24ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു എന്റെ ഒരു കരിയർ ജേണി എന്ന് പറയുന്നത്. മ്യൂട്ടഡ് ആയിരുന്നു. യാ, ഗീതുവിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ഇൻ്റർവ്യൂ ഡെമോൺസ്ട്രേഷന് ഇതാണ് കുറേ ആളുകൾ ഫസ്റ്റത്തത്. മോർണിംഗ് 7 മണി മുതൽ എന്ത് ചെയ്യും, പിന്നെ വീട്ടിലിരുന്നു കൊണ്ടാണ് സി വി സെൻഡ് ചെയ്തത്, നേരിട്ടല്ല സി വി കൊടുത്തിട്ടുള്ളത്. യെസ് അതിൽ മാം. നിന്ന് സെലക്ട് ആയിട്ടാണ് ഗീതുവിനെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? യെസ് യെസ്. അപ്പോൾ ഇതിനകത്ത് മെജൂസ് പാർക്കിൻ്റെ ഏതെല്ലാം കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്? ആ അതെന്താന്ന് വെച്ചാല് ഞാൻ ഇതിന് ശേഷം ഞാൻ എന്റെ ഈ ഇത്രപ്പോര സമയം എനിക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താന്ന് നോക്കുന്ന സമയത്താണ് മാമിന്റെ ആ, മെഡൂസ് പാർക്കിലെ വീഡിയോ കാണുന്നത്. ഓക്കെ. അപ്പൊ മുനീറ മാമുമായിട്ട് മെസ്സേജ് അയച്ച സമയത്ത് മാം പറഞ്ഞു, ഗീതുവിന് ഓൾറെഡി കിട്ടിയതല്ലേ, ഇനി നമുക്കൊന്ന് IGCSE എ ലെവൽ ട്രെയിനിങ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ IGCSE എ ലെവൽ കോഴ്സിലേക്ക് വരുന്നത്. ഐ അതായത് ജി എനിക്ക് ഒന്നും അറിയത്തില്ല, കാരണം ഞാനൊരു CBSE ആണ്. കാരണം ഇവിടെ എന്താ ഇന്റർനാഷണൽ സ്കൂൾ എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഓക്കെ. ഞാൻ മെഡൂസ് പാർക്കിലോട്ട് വന്നത്. മാമിന്റെ കോഴ്സ് എടുത്തു. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോ ഞാനിപ്പോ CBSE ബ്രിട്ടീഷിലേക്ക് എൻട്രി ആയാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഒരു എ ലെവൽ മെഡൂസ് മാനേജ് പാർക്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ട്. പറ്റും. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മെഡൂസ് പാർക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. താങ്ക് ആ യു. ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അടുത്തത് എനിക്ക് ഇന്റർവ്യൂ ഡെമോൺസ്ട്രേഷന്. ഇന്റർവ്യൂ ഓൺലൈനിലൂടെയാണല്ലോ ഇത് സെൻഡ് ചെയ്തത്. അപ്പോൾ യെസ് മാം. ഇന്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു, ഓഫ്ലൈൻ ആയിരുന്നു? എല്ലാം ഓഫ്ലൈൻ ആയിരുന്നു മാം. എല്ലാം ഓഫ്ലൈൻ ആയിരുന്നു. എത്ര മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം സബ്ജക്ട് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉം. നോർമൽ ക്വസ്റ്റ്യൻസ്, സാധാ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ക്ലാസ് മാനേജ്മെന്റിലൊക്കെ ആയിരുന്നു. ആ, അതിനുശേഷം പിന്നെ എക്സാം ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ് പിന്നെ സ്റ്റെപ്പ് എക്സാം എന്താ ആയിരുന്നു. ഡെമോ തന്നു? പിന്നെ ഡെമോ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവരെ സ്കൂളിന്റെ കുറച്ച് കാര്യങ്ങളും പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഉം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഡെമോയിൽ എത്ര മിനിറ്റ് ഡെമോ ചെയ്യിപ്പിച്ചു അവര്? എനിക്ക് 30 മിനിറ്റ്സ് ഡെമോ ആയിരുന്നു തന്നത്. 20 മിനിറ്റ്സ് ആവുന്ന സമയത്ത് എന്റെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. കുട്ടികൾക്ക് ടാസ്ക് വർക്ക്ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു വർക്ക്ഷീറ്റിന്റെ ആവശ്യമില്ല, മതി എന്ന് പറഞ്ഞിട്ട് 20 മിനിറ്റ്സ് ആകുമ്പോൾ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ. ഇവിടെ പിന്നെ ഗീതു, ഞാൻ നമ്മളെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു കാര്യം ആഡ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് അടുത്ത ഓക്കെ. ക്വസ്റ്റ്യനിലേക്ക് വരാം. ടീച്ചേഴ്സ്, ഗീതു പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ സ്കൂളിൽ ഗീതുവിന് ഇൻ്റർവ്യൂ വലിയ പ്രശ്നമായിട്ടില്ല. ഇൻ്റർവ്യൂ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അവർ റിട്ടേൺ ടെസ്റ്റും എക്സാമും, അതായത് ഡെമോൺസ്ട്രേഷനാണ് ചെയ്യിപ്പിക്കുന്നത്. ഈ ഡെമോ 30 മിനിറ്റ്സിൻ്റെത് പറഞ്ഞ് 25 മിനിറ്റ്സ് ഡെമോയും പോയി. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പല ടീച്ചേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇൻ്റർവ്യൂ ആണോ കൂടുതൽ അവർ ചോദിക്കുക മിസ്സേ, ഡെമോ ആണോ? അത് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഗീത് പോകുന്ന ഈ സ്കൂള് കുട്ടികളുടെ റിസൾട്ടിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്, കാരണം എ ലെവലൊക്കെ ഉള്ളൊരു സ്കൂളാണ്. അങ്ങനെയുള്ള സ്കൂൾസ് ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ഒന്ന് ചോദിച്ച് ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്തിട്ട് നേരെ അവർക്ക് ഡെമോയാണ് കാണേണ്ടത്. എന്നാൽ ചില സ്കൂൾസ് എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഡെമോ വലിയ കാര്യമൊന്നുമില്ല, അവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ഇത് രണ്ടും, ഇൻ്റർവ്യൂവും ഡെമോയും ഭയങ്കര എന്താണ് കട്ടിയിൽ ചോദിക്കുന്ന സ്കൂൾസും ഉണ്ട്. അതൊക്കെ ലെവൽ വേറൊരു ഇതിൽ വരും കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഗീതു ഇപ്പോൾ കൊടുക്കുന്ന സ്കൂൾ റിസൾട്ട് ഓറിയൻറ്റഡ് സ്കൂൾസാണ്, കൂടുതൽ ഡെമോയിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. അടുത്തത് ഗീതു, ഇൻ്റർവ്യൂവിൻ്റെ കഴിഞ്ഞു, ഡെമോ കഴിഞ്ഞു. ഗീതുവിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്റെ PG ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു മാം. ആ, പക്ഷെ ഡിഗ്രി അത് ചെയ്തിട്ടില്ല, പി നാട്ടിലുള്ളത് ജി മാത്രമേ മാത്രം. ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ, ബാക്കി ഇവിടെ വന്നിട്ടാ ചെയ്തത്. B.Ed ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ട്രാവൽസ് കൊടുത്തിട്ട് B.Ed അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇവിടുന്ന് തന്നെ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അവർ ചെയ്തു തരും. അവിടുന്ന് ചെയ്യിപ്പിച്ചു. എത്ര കോസ്റ്റ് വന്നു അവിടുത്തെ അറ്റസ്റ്റേഷന്, ദുബൈയിലുള്ളവർക്ക് അറിയാൻ? എനിക്ക് ഏകദേശം ഒരു 600 അറൗണ്ട് ആണ് രണ്ടും കൂടി ആയത്. 600, അറൗണ്ട് 600 ദിർഹം വന്നു ബി Yes, എഡിൻ്റെ ഇതെടുക്കാൻ. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ദുബൈയിലാണോ? എവിടെയാണുള്ളത്? ഏതാണ് ദുബൈയിലാണ് പ്ലേസ്? മാം. ദുബൈയിലാണ്. ദുബായ്. ദുബൈയിലാണ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാൻ, എക്സ്പീരിയൻസ്, ഗൾഫ് എക്സ്പീരിയൻസും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. പിന്നെ അടുത്തത് എക്സാം, പിന്നെ ഇത് എഴുതി കോളേജ് ലെവൽ സബ്ജക്റ്റ് നന്നായിട്ട് അറിയുന്ന ആളാണ്. പിന്നെ എന്താ അടുത്തൊരു കാര്യം,
അവിടെ എന്താ ഗേൾസ് സെക്ഷന് ബോയ്സ് സെക്ഷൻ സെപ്പറേറ്റ് ആണോ അതോ കോ എഡ്യൂക്കേഷനാ? കോ എഡ്യൂക്കേഷൻ ആണ് മാം. കോ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഡ്രസ്സിംഗ് ഒന്നും അത്ര ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവില്ല. പിന്നെ എന്തായിരുന്നു? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് എന്താ ഡെമോയുടെ കാര്യം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യം, അതുപോലെ 7 AM ഈ ഒരു കാര്യം ഒന്നും കൂടെ ചോദിക്കാനുണ്ട് എനിക്ക്. ഈ ഓൺലൈനിലൂടെ ഇത്രയും ഒരുപാട് ആപ്ലിക്കേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. യെസ് മാം. അപ്പോൾ സ്കൂള് പിന്നെ ഇമെയിലൊക്കെ കണ്ടെത്തിയിട്ട് ആ ഇമെയിലിലേക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സി വി വിളിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 10 CV സെൻഡ് ചെയ്യുമ്പോൾ എത്ര CVക്ക് ഗീതുവിന് റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു ഓൺലൈനിലൂടെ? അത് വളരെ കുറവാണ് മാം. ഒരു രണ്ടോ അത്രേ കിട്ടത്തുള്ളൂ. 2 3. ഓൺലൈനിലൂടെ ആകുമ്പോൾ കുറച്ച് കുറവ് തന്നെയാണ് അല്ലേ? അതെ. ആ. കാരണം ആളുകളോട് അത് പറയുന്നതിനാണ്. പിന്നെ ATS CV ആണോ സാധാ CV ആണോ? ഏത് CV ചെയ്തിരുന്നത്? ATS CV ആയിരുന്നു. ATS. ATS CV അത് ആയിരുന്നു. ഞാനൊരു ഓൺലൈൻ സൈറ്റ് കണ്ടിട്ട് അവർ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ആക്കിയതായിരുന്നു. ATSന്റെ CV. ആ. ഇന്റർവ്യൂവിന് CV എന്നാണോ ക്വസ്റ്റ്യൻ വന്നത്, അതോ സിറ്റുവേഷനിലാണോ, അതോ മറ്റ് ജനറൽ ആയിട്ടുള്ള കാര്യമാണോ കൂടുതൽ ചോദിച്ചത്? CV എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് ജനറൽ ആയിട്ടുള്ള ക്ലാസ് റൂം മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ. ഇത്രയാണ്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി തന്നു. പിന്നെ ദുബൈയിൽ നിന്ന് വേറെയും ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അറ്റസ്റ്റേഷൻ ഒക്കെ ഇവിടെ ഓൾറെഡി ടീച്ചേഴ്സിന് അറിയുന്നതാണ്. പിന്നെ മാം ബ്രിട്ടീഷ് ജെന്യൂനിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം എടുക്കാനുണ്ട്. അത് സ്കൂളിൽ ചെന്നതിന് ശേഷമാണ്. പക്ഷെ ഈ ജെന്യൂൻ അറ്റസ്റ്റേഷൻ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അധിക സ്കൂളുകളും ചെയ്തിട്ടുണ്ടോ ജെന്യൂനിറ്റി ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്. പിന്നെ ഗീതുവിനെ ജെന്യൂനിറ്റി ഒരു അല്ല മാം, വിളിക്കുന്ന ഇക്വാലൻസി. സമയത്ത് ഇത് നമ്മൾ അറ്റസ്റ്റേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. അത് എല്ലാ അറ്റസ്റ്റേഷൻ സ്കൂളിലും നിർബന്ധമാണ്. ചോദിക്കുന്നുണ്ട്. ജെന്യൂനിറ്റി സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. ചെയ്തതിന് ശേഷം. ഉം. പിന്നെ ഗീതുവിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാൻ. പിന്നെ ഇവര് അത് വിട്ടുപോയി. എന്തായിരുന്നു? ഇവര് ഗീതുവിനെ വിളിക്കുന്ന സമയത്ത് എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്? BEd ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നോ സ്കൂള്? അങ്ങനെ ചോദിച്ചില്ല മാം. ഞാൻ CV അയച്ചതിന് ശേഷം കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെയിൽ വന്നു. ഓ അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെയാണല്ലോ. അത് അവിടെ BEd നിന്ന് ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു CV-ൽ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ കാരണം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ BEd നിർബന്ധമല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ IGCSE A-level കെമിസ്ട്രി ടീച്ചറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നും കൂടെ നമ്മൾ പറയണം, വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഗീതുവിനെ വീഡിയോയിലൊക്കെ ഒന്ന് വന്നിരുന്നിട്ട് അവിടെ പോയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കുമല്ലോ അല്ലേ? അതെ മാം. ഷുവർ എങ്ങനെയായിരുന്നു ഷുവർ. അവിടുത്തെ IGCSE, എങ്ങനെയായിരുന്നു A-level, ഇതെല്ലാം പഠിച്ചിട്ട് ഒരു വീഡിയോയിലും കൂടെ വന്നിട്ട് നമുക്ക് ടീച്ചേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. മാം. ഒരുപാട് സന്തോഷം. അപ്പോൾ ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തല്ലോ. അപ്പോൾ ഓഗസ്റ്റിലാണ് ഇനി ഇപ്പോൾ ആള് ജോയിൻ ചെയ്തു, സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനി ഹസ്ബൻഡുമാരെ കൂടെ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ എന്ത് ചെയ്തോ, വീട്ടിലിരുന്നിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക. പിന്നെ എന്താ ചില സ്കൂളിൽ റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒന്നും കൂടെ അതിന് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഗീതു, വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു മാം.